രാഹുൽ ഈശ്വർ തുടരുന്നുണ്ട്. രാഹുൽ, ഇതാ അറസ്റ്റിലേക്ക് എത്തിയിരിക്കുന്നു കാര്യങ്ങൾ. ഇനി നിയമപരമായി നിങ്ങൾക്ക് അല്ലെങ്കിൽ തന്ത്രിക്ക് പറയാനുള്ളത് കോടതിയിൽ പറയുക എന്നത് മാത്രമാണ് ബാക്കി. അവിടെയാണ് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഞാനതാ പറഞ്ഞത്, എനിക്ക് തന്ത്രിയെ കാട്ടിയോ എന്റെ കുടുംബക്കാരെ കാട്ടിയോ വേറെ പരിചയക്കാരെ കാട്ടിയോ ബന്ധുക്കളെ കാട്ടിയോ അയ്യപ്പനാണ് പ്രധാനം. നാളെ ഏതെങ്കിലും രീതിയിൽ തന്ത്രി ഇത്തരം തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൃത്യവിലോപം പോലും നടത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ തള്ളി പറയാൻ ഒരു വിശ്വാസിക്കും മടിയുണ്ടാകില്ല. കാര്യം അയ്യപ്പനാണ് പ്രധാനം. പക്ഷേ ഇപ്പോൾ ലഭ്യമായ വിവരങ്ങളിൽ നിന്ന് തന്ത്രിക്ക് എന്തെങ്കിലും കുറ്റമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പൊ നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്ത്രി ഉത്തരം മുട്ടി എന്നൊക്കെ പറഞ്ഞു. തന്ത്രി ഡിബേറ്റർ ഒന്നും അല്ലല്ലോ ചാനൽ ചർച്ച വന്നിരുന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ. തന്ത്രിമാരെന്ന് പറഞ്ഞാൽ പൂജയും ആഗമങ്ങളും ഒക്കെ പഠിച്ച് ആചാരങ്ങൾ പഠിച്ച് വരുന്നവരാണ്. തന്ത്രിയെ ഏതെങ്കിലും രീതിയിൽ പോലീസുകാർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വേറെ ആർക്കെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് അത് ചെയ്യാൻ കഴിയും. അങ്ങനൊന്നും പറ്റില്ല രാഹുൽ. അങ്ങനെയൊക്കെ എങ്ങനെയാണ് പറയുക? എങ്ങനെ നിഷ്കളങ്കമായി എങ്ങനെ മറുപടി പറയാം? ഇതൊക്കെ നിഷ്കളങ്കമായി മറുപടി പറയാൻ കഴിയും. കാര്യം ഒറ്റ വരി പറഞ്ഞോട്ടെ, ഒരു കാര്യവും ഒരു തെറ്റും ചെയ്യാതെ 50 ദിവസം ജയിലിൽ കിടന്ന ആളാണ് നമ്പിനാരായണൻ. ഒരു തെറ്റും ചെയ്യാതെ 85 ദിവസം ജയിലിൽ കിടന്ന ആളാണ് ദിലീപ്. അങ്ങനെ കൊടുക്കാനൊക്കെ ആൾക്കാരെ ഈസി ആയിട്ട് പറ്റും. എനിക്ക് അതിലൊക്കെ മറുപടി ധാരാളം പറയാനുണ്ട്. ഞാൻ അത് ഈ സമയം അതിന്റെ സമയമല്ലാത്തതുകൊണ്ട് ഞാൻ അതിന് മറുപടി പറയുന്നില്ല. താങ്കൾ ഈ വിഷയത്തിലേക്ക് വരൂ. താങ്കൾക്ക് പറയാൻ കഴിയുന്ന ഒരു പോയിന്റ് പറയാം. 9 ഇടക്കാല വിധിന്യായങ്ങളിൽ ഒന്നിൽ പോലും തന്ത്രിയെ കുറിച്ച് നെഗറ്റീവ് പരാമർശമില്ല. ഒന്ന്. രണ്ട്, ഹൈക്കോടതി എഴുതി കൊടുത്ത ചോദ്യങ്ങളിൽ തന്ത്രിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അന്വേഷിക്കണമെന്നില്ല. 3, അഡ്മിനിസ്ട്രേറ്റീവ് പരാജയത്തിന് തന്ത്രിയെ ബലിയാടാക്കുകയാണോ? അഡ്മിനിസ്ട്രേറ്റീവായ ഭരണപരമായ വീഴ്ചയ്ക്ക് തന്ത്രിയെ ബലിയാടാക്കുകയാണോ? ഏറ്റവും പ്രധാനം, മാധ്യമങ്ങൾ ഉത്തരം പറയേണ്ട ഒരു കാര്യങ്ങളും ഉണ്ട്. തന്ത്രി എന്ത് ചെയ്തു എന്ന് ഇതുവരെ SIT-യോട് ബന്ധപ്പെട്ട വൃത്തങ്ങൾ പോലും പറഞ്ഞിട്ടില്ല. അത് കോടതിയിലായിരിക്കും ഇനി പറയാൻ പോകുന്നത്. പക്ഷേ തന്ത്രി എന്ത് ചെയ്തു, എന്ത് തെറ്റ് അത് പറയുന്നത് വരെ ദൈവത്തെ ഓർത്ത്, ഞാനിത് ഒരു ബന്ധത്തിന്റെ പുറത്ത് പറയുന്നതല്ല, അതുവരെ തന്ത്രിയെ പോലുള്ള ആൾക്കാരെ കരിവാരി തേക്കരുത്. കരിവാരി തേക്കല്ല രാഹുൽ. അത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ശബരിമല തന്ത്രി കണ്ഠരര് രാജീവൻ അറസ്റ്റിലായി. അല്ല, തന്ത്രിക്ക് എന്തെങ്കിലും റോൾ ഉണ്ടോന്ന് അറിയണ്ടേ? റോളില്ലാതെ എങ്ങനെയാണ് SIT അറസ്റ്റ് ചെയ്യുക? അറിയില്ല. നമുക്ക് അല്ല രാഹുലെ, അറസ്റ്റ് രേഖപ്പെടുത്തിയില്ല. അറസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? റോൾ ഇല്ലാതെയാണ്. പോലീസും പ്രോസിക്യൂഷനും പറയുന്ന എല്ലാം ശരിയാണെങ്കിൽ പിന്നെ കോടതിയിൽ ആവശ്യമില്ലല്ലോ. പോലീസും പ്രോസിക്യൂഷനും മുമ്പോട്ട് എല്ലാ നമ്മളുടെ മുന്നിലുള്ള ഗിവൻ സിറ്റുവേഷൻ ആണ് ഞാൻ പറഞ്ഞത്. തന്ത്രി കണ്ഠരര് രാജീവൻ അറസ്റ്റിലാണ്. ബാക്കി ഇപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ്? അങ്ങനെയാണെങ്കിൽ ഇപ്പോ കസ്റ്റഡിയിലുള്ള ആരെ പറ്റി ഒന്നും പറയാൻ കഴിയില്ല. കാരണം കോടതി ആരെയും കുറ്റക്കാരെന്ന് കണ്ടെത്തിയിട്ടില്ല. ഗിവൻ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യം മാത്രം, തന്ത്രിയെ കരിവാരി തേക്കുന്നതിന് മുമ്പ് കോടതിയുടെ ഒരു ഒബ്സർവേഷൻസ് എങ്കിലും വരാനുള്ള ഒരു സമയം. രാഹുൽ, ഞാനൊരു കാര്യം ചോദിച്ചേ, പത്മകുമാറിനെതിരെ കോടതിയിൽ ഒബ്സർവേഷൻ വരുന്നതിന് മുമ്പ് SIT നടപടി എടുത്തിരുന്നില്ലേ? മുരാരി ബാബുവിനെതിരെ കോടതിയുടെ ഒബ്സർവേഷൻ ഉണ്ടായിരുന്നോ? വാസുവിനെതിരെ കോടതിയുടെ ഒബ്സർവേഷൻ വന്ന എപ്പോഴാണ്? അല്ലെങ്കിൽ ഈ കസ്റ്റഡിയിലുള്ള എല്ലാവരെയും കോടതിയുടെ ഒബ്സർവേഷന് ശേഷമാണോ കസ്റ്റഡിയിൽ എടുത്തത്? അല്ലല്ലോ, അതൊക്കെ പിന്നീടാണ് കോടതിയുടെ ഒബ്സർവേഷൻ തന്നെ വന്നത്. ഒരു കാര്യം ദയവായി ശ്രദ്ധിക്കുക, ഞാൻ അടക്കമുള്ളവർ ചാനൽ ചർച്ചകളിൽ ഇരുന്നപ്പോൾ ഉത്തരവാദിത്തത്തോടെ ശ്രീ ശങ്കർദാസ് അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യരുതെന്നേ പറഞ്ഞുള്ളൂ. കാര്യം പ്രായമടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്തു ചാടരുത്. അതായത് ഡോണ്ട് ജംപ് ദ ഗൺ. എടുത്തു ചാടി കാടടച്ച് വെടിവെക്കരുത്. ഇവർക്ക് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് കോടതി പ്രഥമ ദൃഷ്ടിയായെങ്കിലും നിരീക്ഷണം നടത്തണം. ഉദാഹരണം, ശ്രീ പത്മകുമാറിനെതിരെ പ്രഥമ ദൃഷ്ടിയാ നിരീക്ഷണം. ഇന്നലെ പോലും നമ്മുടെ അറസ്റ്റ് ചെയ്ത് ജാമ്യാപേക്ഷ പരിഗണിച്ച ഘട്ടത്തിലല്ലേ പറഞ്ഞത്? അറസ്റ്റ് ചെയ്ത് ജാമ്യാപേക്ഷ പരിഗണിച്ച ഘട്ടത്തിലാണ് പ്രഥമ ദൃഷ്ടിയാ പറഞ്ഞത്. അല്ല, എന്റെ ഒരു റിക്വസ്റ്റേ ഉള്ളൂ, പ്രഥമ ദൃഷ്ടിയായെങ്കിലും കേസ് നിലനിൽക്കും എന്ന് കോടതി പറയുന്നത് വരെ തന്ത്രിയെ കരിവാരി തേക്കരുത്. എനിക്ക് രാഹുലിനോട് ഇപ്പോഴും മനസ്സിലാകാത്ത കരിവാരി തേക്കാന്ന് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഞാൻ ആവർത്തിച്ച് പറയട്ടെ. ഞാൻ തിരിച്ചു ചോദിക്കാം, എന്താ കരിവാരി തേക്കാൻ? ഞാൻ അങ്ങോട്ട് ചോദിക്കാം. അങ്ങയോട് സാധാരണ ഒരാൾ ക്യാമറ ഓഫ് ചെയ്തിട്ട് ചോദിക്കുകയാണ്, തന്ത്രി എന്ത് ചെയ്തു എന്ന് SIT പറയുന്നത്? ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ടല്ല, ക്യാമറ ഓൺ ചെയ്തിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ഓൺ ചെയ്തിട്ട് പറയൂ, തന്ത്രി എന്ത് കുറ്റം ചെയ്തു എന്ന് SIT പറയുന്നത്? രാഹുൽ ഈശ്വർ, താങ്കൾ കേൾക്കില്ല. ഇവിടെ താങ്കൾ ഇത് ചോദിച്ചോണ്ടിരുന്ന എനിക്ക് മറുപടി പറയണ്ടേ? ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവൻ അറസ്റ്റിലായി. ഇത് വസ്തുതയാണ്, ഇത് ഫാക്ട് ആണ്. അത് മാത്രമാണ് നമ്മൾ പറയുന്നത്. ഇവിടെ SIT കോടതി ഇപ്പൊ മാധ്യമങ്ങൾക്ക് മുന്നിൽ വാർത്താ സമ്മേളനം നടത്തി SITക്ക് തന്ത്രിയുടെ റോള് പറയേണ്ട ആവശ്യമില്ല. അവരത് കോടതിയിൽ പറയും. വരുന്നത് വരെ തന്ത്രി കുറ്റക്കാരനാണെന്നുള്ള മുൻവിധി നമ്മൾ ജനിപ്പിക്കേണ്ട. ആര് പറഞ്ഞു തന്ത്രി കുറ്റക്കാരനാണ്? തന്ത്രി കുറ്റക്കാരനാണെന്ന് പറഞ്ഞോ? പറയുമായിരിക്കും, SIT കോടതിയിൽ പറയുമായിരിക്കും. ഞാൻ ചോദിക്കുന്നതല്ല, ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ സാർ, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഞാൻ കോട്ട് ചെയ്യുന്നത് 9 ഇടക്കാല വിധിന്യായങ്ങളല്ലേ? താങ്കളും വായിച്ചിട്ടുണ്ടാവും. ഹൈക്കോടതിയുടെ ഇടക്കാല വിധിന്യായങ്ങളിൽ ഇല്ലാത്ത പുതിയൊരു നെറേറ്റീവ് ഉണ്ടാക്കാനാണ് SIT ശ്രമിക്കുന്നതെന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ കഴിയുമോ? രാഹുലെ, തിരിച്ചു ചോദിക്കാമല്ലോ. തിരിച്ച് ആ 9 വിധിന്യായങ്ങൾ മാത്രമേ അന്വേഷണ സംഘം പാലിക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ആ 9 എന്തൊക്കെ അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി എഴുതി കൊടുത്തിട്ടുണ്ട്. അങ്ങനൊന്നുമില്ല.
രാഹുൽ വെറുതെ തെറ്റിദ്ധാരണ ജനിപ്പിക്കരുത്. അങ്ങനൊന്നും ഇല്ല. അങ്ങനൊന്നും കോടതി പറഞ്ഞിട്ടില്ല. ക്ലീൻ ചിറ്റ് കൊടുത്തില്ലേ? ഡി മണിന്ന്, ദാവൂദ് മണിന്നും, ദിനേശ് മണിന്നും ആരാ കൊടുത്തേ? അതാണ് SIT ക്ലീൻ ചിറ്റ് കൊടുത്തല്ലോ. SIT ആണല്ലോ കൊടുത്തേ. അവിടെ SIT കൊള്ളാം, ഇവിടെ SIT മോശം. അങ്ങനെ താങ്കൾ പറയുന്നത്? രാഹുൽ എന്താണ് ഈ പറയുന്നത്? കണ്ഠർ രാജീവൻ അറസ്റ്റിലാണ്. അതാണ് നമ്മൾ പ്രേക്ഷകരോട് പറഞ്ഞത്. ആയിക്കോട്ടെ, അറസ്റ്റിലായിരുന്നില്ലേ? ശ്രീ ദിലീപ് അറസ്റ്റിലായിരുന്നില്ലേ? അത് ആയിക്കോട്ടെ. അത് നിയമപരമായി ലീഗൽ ഫൈറ്റ്. അതായത് ഈ മാധ്യമങ്ങൾ ഈ അറസ്റ്റ് ചെയ്തവരും പറയേണ്ടതാണോ രാഹുൽ പറയുന്നത്? അല്ലല്ല, വിശ്വാസികളുടെ സങ്കോചവും വിശ്വാസികൾക്കുള്ള അങ്കലാപ്പുമായിരിക്കും അങ്ങ് പ്രകടിപ്പിക്കുന്നത്. എനിക്കത് സംശയമില്ല. ഞാൻ അതൊന്നുമല്ല. ഞാൻ വിശ്വാസികളുടെ സങ്കോചോ വിശ്വാസികളുടെ അങ്കലാപ്പോ ഒന്നുമല്ല പറയുന്നത്. ശബരിമല സ്വർണ്ണ കൊള്ളക്കേസിൽ കണ്ഠർ രാജീവൻ അറസ്റ്റിലായി എന്നാണ് ഞാൻ പറയുന്നത്. അതിൽ വിശ്വാസികളുടെ സങ്കോചം, ആഘോഷം, വിഷമൊന്നുമല്ല. ഞാനൊരു വസ്തുത പറയുകയാണ്. ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള ഒരു വസ്തുത പറയുകയാണ്. ഞാനൊരു വസ്തുത തിരിച്ചു പറയുകയാണ്. ഇതുവരെ ലഭ്യമായി എന്ത് ചെയ്തു എന്ന് SIT പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ മുൻവിധി ക്രിയേറ്റ് ചെയ്യരുത്. കോടതിയിലേക്ക് പോകുമ്പോൾ പ്രഥമദൃഷ്ട്യാ എന്തെങ്കിലും SIT പറയേണ്ടി വരുമല്ലോ. ഇയാൾ ഇന്ന കാര്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളതുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് SITക്ക് പറയേണ്ടി വരുമല്ലോ. തീർച്ചയായും ആ അവസരം രാഹുൽ പറയുന്നത് വസ്തുതയല്ല. രാഹുൽ പറയുന്നത് വസ്തുതയല്ല. അതായത് SIT അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് മാധ്യമപ്രവർത്തകരെ വിളിച്ചുകൂട്ടി ഇദ്ദേഹത്തിനെതിരെ ഇന്ന തെളിവുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? പറയണ്ട. പക്ഷേ SIT വൃത്തങ്ങൾ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾ മാധ്യമങ്ങളല്ലേ കോട്ട് ചെയ്യുന്നത്? അല്ല, ഞാൻ ചോദിക്കുന്നത് മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തപ്പോ, പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തപ്പോ, മുരാരി ബാബുവിനെ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തപ്പം വാർത്താ സമ്മേളനം നടത്തിയിട്ടാണോ അറസ്റ്റ് ചെയ്തത്? അതുപോലൊരു അറസ്റ്റല്ലേ ഇതും? നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇതുകൊണ്ടല്ലേ. ഇനി ഒരു കൗതുകമുള്ള കാര്യം കൂടെ പറയാം. നമ്മുടെ ശങ്കർദാസ് സാറിനെതിരെ പറഞ്ഞു എന്ന് പറയപ്പെടുന്ന പരാമർശങ്ങളുടെ ഗ്രാവിറ്റി മറ്റൊരു രീതിയിലാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇന്നലെ നമ്മുടെ ശ്രീകണ്ഠൻ നായർ സാർ അടക്കം വാർത്ത കൊടുക്കേണ്ടി വന്ന കാര്യം നമ്മൾ അത്യാവശ്യത്തോടെ അമിതാവേശത്തോടെ പോകുമ്പോൾ നമ്മളുടെ ആർക്കാണ് അമിതാവേശം? രാഹുൽ ഇത് ആരെ പറ്റി പറയുന്നത്? ആർക്കാണ് അമിതാവേശം? നമ്മുടെ മാധ്യമങ്ങൾ എന്ത് ചെയ്തു? രാഹുൽ പറയൂ. മാധ്യമങ്ങൾ എന്താ ചെയ്തത്? മാധ്യമങ്ങൾ എന്താണ് ചെയ്ത? പറയൂ. വാർത്ത കൊടുക്കണ്ടേ? തന്ത്രി കണ്ഠർ രാജീവൻ അറസ്റ്റിലായെന്ന കാര്യം ജനങ്ങളോട് പറയണ്ടേ? അതിലെവിടെയാണ് അമിതാവേശം? എന്തെങ്കിലും കുറ്റമുണ്ടെന്ന് ദുസൂചന കൊടുക്കണ്ടല്ലോ. ദുസൂചന അറസ്റ്റ് വെറുതെ എന്റെ രാഹുലെ വെറുതെ റോഡിലൂടെ നടന്നു പോകുന്ന ഒരാളെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുമോ? അറിയില്ലല്ലോ സാർ. എത്രയോ പേരെ കൊടുക്കാൻ വേണ്ടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അനുഭവങ്ങൾ ഇല്ലാൻ താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? ഒരു കാര്യം ചെയ്യാം. ഒരു കോടതി കൊടുക്കട്ടെ. കോടതിയിൽ കോടതിയിലെത്തി കോടതിയുടെ ഒരു പ്രഥമ ദൃഷ്ട്യാ നിരീക്ഷണമെങ്കിലും വരട്ടെ. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അഥവാ തന്ത്രി ഒരു സെക്കൻഡ്. അഥവാ തന്ത്രിക്കെതിരെ പ്രഥമ ദൃഷ്ട്യായെങ്കിലും കോടതി നിരീക്ഷണം നടത്തിയാൽ ഞാൻ അടക്കമുള്ള ഒരു അയ്യപ്പ വിശ്വാസിയും തന്ത്രിയെ സപ്പോർട്ട് ചെയ്യില്ല. കാര്യം ഞങ്ങൾക്ക് അയ്യപ്പനാണ് പ്രധാനം. അയ്യപ്പന്റെ തന്ത്രിയായോണ്ടാണല്ലോ താഴവൻ മഠത്തിനും ശബരിമലയ്ക്കും അല്ലെങ്കിൽ ശബരിമല തന്ത്രിമാർക്കും പ്രാധാന്യം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഗുരുവായൂരപ്പന്റെ വേറൊരു അമ്പലത്തിലെ ഗുരുവായൂരാണെങ്കിൽ. അപ്പോ തന്ത്രിമാരല്ല നമുക്ക് പ്രധാനം, അയ്യപ്പൻ തന്നെയാണ്. അയ്യപ്പനാണ് പ്രധാനം. തന്ത്രിമാർക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അവരെ തള്ളി പറയാൻ ഭക്തർക്ക് ഒരു മടിയുമില്ല. പക്ഷേ കോടതി പ്രഥമ ദൃഷ്ടിയെങ്കിലും ഒന്ന് പറഞ്ഞു. എനിക്കിപ്പോഴും മനസ്സിലാകാത്തത് ഈ കോടതി പ്രഥമ ദൃഷ്ടിയ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ കോടതി പ്രഥമ ദൃഷ്ടിയ പറഞ്ഞിട്ടാണോ SIT നടപടി എടുക്കുന്നത്? SIT അല്ല, പറയട്ടെ. ഞാൻ ഒന്ന് നിങ്ങൾ കേൾക്കൂ. പ്രഥമ ദൃഷ്ടിയ ഒരാൾക്കെതിരെ തെളിവുണ്ട് എന്നത് ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഒരു ഘട്ടത്തിലാണ് പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ കണ്ഠർ രാജീവന് അറസ്റ്റിലായി, അദ്ദേഹം ജാമ്യാപേക്ഷ കൊടുക്കട്ടെ. ജാമ്യാപേക്ഷ കൊടുക്കുമ്പോൾ അതിന്റെ ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടണി പ്രാഥമികമായി നടത്തുമല്ലോ. ആ ഘട്ടത്തിലല്ലേ കോടതി പറയുന്നത്? അതുവരെ ഈ വിവരം സംഭവിക്കില്ലേ? ഈ 24 മണിക്കൂറിനകം ഒരു മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ കണ്ഠർ രാജീവന്റെ അഡ്വക്കേറ്റ് അവിടെ തീർച്ചയായിട്ടും പോവില്ലേ? പറയട്ടെ. അതായത് അത് കോടതി നടപടികളുടെ സ്വഭാവം രാഹുൽ എങ്ങനെയാണ് മനസ്സിലാക്കിയെന്നറിയില്ല. ഇന്ന് ഒരു പ്രതിയെ പിടികൂടുന്നു, ആ പ്രതിയെ കോടതിയിൽ ഹാജരാക്കുന്നു. ഒന്നുകിൽ അന്വേഷണ സംഘത്തിന് കസ്റ്റഡിയിൽ വാങ്ങാം, അല്ലെങ്കിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്യാം. വേണമെങ്കിൽ ആ പ്രതിക്ക് ഇന്ന് ജാമ്യാപേക്ഷ കൊടുക്കാം. ആ ജാമ്യാപേക്ഷ ഇന്ന് തന്നെ പരിഗണിച്ച് കോടതി ഇന്ന് തന്നെ തീരുമാനം എടുക്കാൻ സാധ്യതയില്ല. ആ ജാമ്യാപേക്ഷയ്ക്ക് ഒരു കൗണ്ടർ ഉണ്ടാകും അന്വേഷണ സംഘത്തിന്. ആ കൗണ്ടറൊക്കെ പരിഗണിച്ച് കോടതി പിന്നീടാണ് ആ ജാമ്യാപേക്ഷയിൽ വാദം കേട്ട് വിധി പറയുന്നത്. ആ ഘട്ടത്തിലാണ് പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടോ ഇല്ലയോ എന്നത് വേണമെങ്കിൽ കോടതിക്ക് രേഖപ്പെടുത്താം. അതുവരെ ഈ വിവരം പ്രേക്ഷകരോട് പറയരുത്, നാളെ അറിയരുത്, അങ്ങനൊന്നും പറയാൻ കഴിയില്ല രാഹുലെ. തീർച്ചയായിട്ടും ഈ വിവരം പറയണം. അത്രേ ഉള്ളൂ. മുൻവിധി ഇല്ലല്ലോ. ഇത് രാഹുൽ ഈശ്വർ എന്താണ് പറയുന്നത്? കണ്ഠർ രാജീവൻ അറസ്റ്റിലായി എന്നതിൽ എന്താണ് മുൻവിധി? പറയൂ.
ഒരു മുൻവിധിയില്ല. അത്രേ പക്ഷേ ഉള്ളൂ. കണ്ഠരര് രാജീവർക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ബന്ധമുള്ളതുകൊണ്ടും ആ ബന്ധത്തിന്റെ ഭാഗമായി സ്വർണ്ണക്കൊള്ളയിൽ ഇദ്ദേഹം പങ്കാളിയാണെന്ന ദുസൂചന വെച്ച് മുൻവിധി ഉണ്ടാക്കാതിരിക്കണം എന്ന് മാത്രമല്ലേ ശബരിമല പറയുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അന്വേഷിക്കുന്ന സംഘം മുരാരി ബാബുവിനെയും പത്മകുമാറിനെയും വാസുവിനെയും അതുപോലെ ദേവസ്വം ബോർഡിലെ കുറെ ഉദ്യോഗസ്ഥരെയും അറസ്റ്റ് ചെയ്തതുപോലെ അവർക്ക് പങ്കുണ്ടെന്ന് SIT കണ്ടെത്തി അറസ്റ്റ് ചെയ്തതുപോലെ ഒരു അറസ്റ്റ് അവരുടെ കാര്യത്തിലൊക്കെ നമ്മൾ പറഞ്ഞത് തന്നെ ഇദ്ദേഹത്തിന്റെ കാര്യത്തിലും പറയുന്നുള്ളൂ. അവരുടെ കാര്യത്തിൽ ഞാൻ അടക്കം അവധാനത വേണമെന്ന് പറഞ്ഞു. അവധാനത എന്ന് പറയുന്നത് അത് താങ്കൾ ആർക്കാണ് അതൊക്കെ ജുഡീഷ്യൽ സ്ക്രൂട്ടണി വഴി നടത്തി കുറ്റപത്രം കൊടുത്ത് വിചാരണ നടത്തേണ്ട കേസാണ്. ഇവരൊക്കെ കേസിൽ പ്രതികളാണ്. ഇവരൊക്കെ കേസിൽ പ്രതികളാണ്. അവർ കുറ്റക്കാരാണെന്നല്ല നമ്മൾ പറയുന്നത്. പ്രതികളാണ്, അത്രേ ഉള്ളൂ. അതിലൊന്നും വേറെ മുൻവിധി ഒന്നുമില്ല. SIT ഒരു നടപടി എടുത്തു. ആ നടപടിയെ പറ്റി മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നു. എന്താണ് ഇതാണ് സംഭവം. മാധ്യമങ്ങൾ കൊടുക്കണം. പക്ഷേ ആ മറുഭാഗം ഇത്ര മാത്രമാണ്: തങ്ങൾ കുറ്റാരോപിതർ മാത്രമാണ്, തങ്ങൾ കുറ്റക്കാരല്ല. കോടതി പ്രഥമ ദൃഷ്ടിയായെങ്കിലും കേസ് നിലനിൽക്കുമെന്ന് പറയട്ടെ എന്ന് പറയാനുള്ള അവകാശം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർക്കും അത് ജുഡീഷ്യൽ സ്ക്രൂട്ടണി നടത്തി കോടതി പറയട്ടെ. ആ ഘട്ടത്തിൽ നമുക്ക് നോക്കാം. അതിൽ വേറെ മുൻവിധി ഒന്നുമില്ല. SIT നടത്തിയ ഒരു നടപടി നമ്മൾ ആ വിവരം അതിന്റെ ഒരു വസ്തുത പ്രേക്ഷകരോട് പറയുന്നതുള്ളൂ. അതിൽ കരിവാരിത്തേക്കലില്ല, അതിൽ മറ്റൊന്നുമില്ല, അതിൽ വിശ്വാസികളുടെ പ്രശ്നം അതൊന്നുമല്ല. അതൊക്കെ അതിന്റെ വഴിക്ക് വേറൊരു വഴിക്ക് പോകുന്നതാണ്. ഇതൊരു വസ്തുതയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അവിടെ തന്ത്രിയായിരുന്ന കണ്ഠരര് രാജീവർ അറസ്റ്റിലായിരിക്കുന്നു. അതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത്. നന്ദി ശ്രീ രാഹുൽ ഈശ്വർ പ്രതികരിച്ചതിന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.